അപ്പോൾ ഗൈസ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നിലമ്പൂർ കനോലി പോർട്ട് എക്കോ ടൂറിസം സെൻറ്ററിലേക്കാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പൊട്ടിച്ചാളി. ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂരിലുള്ള കനോലി പോർട്ട് എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ മഴ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല, ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിലമ്പൂരെത്തിയ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ളത് തുറക്കൽ മഞ്ചേരി തുറക്കൽ ഭാഗത്ത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആയിട്ടുണ്ട്, 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. നിലമ്പൂർ ഭാഗത്തേക്ക് സാധാരണ പെരുന്നാൾ സമയത്തൊക്കെ എല്ലാവരും പോകുന്ന നിലമ്പൂർ, ഊട്ടി ഇടയ്ക്കൊക്കെ എല്ലാവരും പൊതുവേ യാത്ര പോകുന്ന സ്ഥലമാട്ടോ നിലമ്പൂർ. അപ്പോൾ ആ ഭാഗത്തൊന്നും ചെറിയ മഴക്കാറൊക്കെ കാണുന്നുണ്ട് മുൻഭാഗത്ത്. അപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നെല്ലിപ്പറമ്പ് നെല്ലിപ്പറമ്പൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഈ മഴ കാണാൻ ഭയങ്കര സൗന്ദര്യം കേട്ടോ. കാരണം പ്രവാസത്തിൽ ഈ ചില സമയങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഇവിടെ നാട്ടിൽ ഈ മഴ കാണാൻ ഇവിടെ ഒരു പ്രവാസികൾക്ക് വേറെ പ്രത്യേക ഒരു വൈബാണ്. നാട്ടിലുള്ളവർ സ്ഥിരമായിട്ട് കിടക്കേണ്ട ഒരു വൈബുണ്ടെങ്കിൽ പ്രവാസികൾക്ക് പ്രത്യേക വൈബാണ്. അങ്ങനെ ഗൈസ് അവസാനം നമ്മൾ നിലമ്പൂർ കനോലി പോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഊട്ടി ഭാഗത്തേക്കും നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബുള്ള സ്ഥലമാണ് കനോലി പോർട്ട്. ഈ 2 ഭാഗത്തും മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ താഴെ കുറേ കച്ചവടക്കാരൊക്കെ ആയിട്ട് പ്രത്യേക വൈബാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ആ പ്രളയ സമയത്ത് ഇതിൻ്റെ തൂക്കുപാലം കാര്യങ്ങളൊക്കെ പൊളിഞ്ഞതുകൊണ്ട് അപ്പുറം ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാം. ജങ്കാർ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഴ കാരണമായതുകൊണ്ട് നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ അപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോഴാട്ടോ ഇതിൻ്റെ വൈബ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ ജങ്കാർ സർവീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ കറങ്ങിപ്പോരുക എന്നുള്ള ലക്ഷ്യമാണ്. ചെക്കൻ ഇങ്ങനെ എന്താണ് സംഭവം കൊടുക്ക വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ചെക്കൻ ഇങ്ങനെ ഓടുകയാണ് ഇവിടെ കണ്ടിട്ട്. എന്താണ് വൈബ് കാര്യം, തൊപ്പിയൊക്കെ വാങ്ങി കൊടുത്ത് മറ്റേ തലയിലിടുന്ന കൊട കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കൈ പിടിക്കുന്ന കൊട ആകുമ്പോൾ അവനെ പിടിക്കൂല. അങ്ങനെ പുറത്തൊക്കെ ആകുമ്പോൾ തലയിലിട്ട് വെച്ചാൽ അപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ പനി കാര്യങ്ങളൊക്കെ പിടിക്കുമെന്ന് വിചാരിച്ച് ഇവിടുന്ന് ഒരു കുട വാങ്ങി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തേക്കുതോട്ടാണ് ഈ കനോലി പോർട്ട് എന്ന് പറയുന്ന സംഭവം. കാരണം ഇവിടെ ആ കാലത്ത് നിർമ്മിച്ച നിർമ്മിതികൾ തന്നെ ഉള്ളൂ. കാരണം അത് കുറേ ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും സംരക്ഷിക്കാതെ കുറേ പൊളിഞ്ഞു വീണിട്ടുണ്ട്. മേൽക്കൂരൊക്കെ വീണ് കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് മലബാറിൻ്റെ കളക്ടറായിരുന്ന HV കനോലി എന്നുള്ള ആളാണ് ഈ കനോലി പോർട്ട് എന്നുള്ള നിർമ്മിച്ചത്. അങ്ങനെയാണ് ഈ കനോലി പോർട്ട് എന്നുള്ള പേര് വരാൻ കാരണം. അതെന്താ പുലിയോ? പുലി നോക്കേ, പുലിയേ. ഇത് പുലിന്റെ പെര. ഇത് പുലിന്റെ പെര ഉണ്ടോ? ഡൈനിങ് ഹാള് സിറ്റൗട്ടൊക്കെ ഉണ്ട് പുലിന്റെ നടക്ക് കപ്പ എടുത്തോളാ. ഇത് നടക്ക്, നമുക്ക് അവിടെ പോയണ്ടേ. വാ. ഓക്കെ, അവിടെ കണ്ടിടോ പോയാ. എന്തായാലും വന്ന സമയത്ത് നല്ല മഴ. അവരൊക്കെ എന്തായാലും മഴ കൊണ്ടിട്ട് മഴ തോർന്നിട്ട് ഏതായാലും കാണൽ നടക്കൂല. അപ്പം മഴ കുറച്ച് കൊണ്ടുപോയി. ഈ ഭാഗത്താണ് ചാലിയാറും കുതിരപ്പുഴയും തമ്മിലുള്ള സംഗമ സ്ഥലം. ഇപ്പോൾ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കലങ്ങിയ വെള്ളമായിട്ട് വരുന്നത്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആകുന്ന സമയത്ത് കാണാൻ നല്ല വൈബാവും. അങ്ങനെ ഗൈസ് നമ്മൾ നനഞ്ഞ് കുളിച്ചു. മഴയൊക്കെ പുള്ള് കൊണ്ട് നനഞ്ഞ് കുളിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും മഴ തോർന്നിട്ട് ഏതായാലും ഇവിടെ നിൽക്കൽ നടക്കില്ല. ഒരു ദിവസം ഇവിടെ നിന്ന് കാണേണ്ടി വരും. ആ നടക്കുന്ന കേസല്ല. അപ്പം റോഡിലൊക്കെ കണ്ടില്ല നിറച്ച് വെള്ളം. ഇപ്പോൾ കനോലി പോർട്ടിൻ്റെ സൗന്ദര്യം കാണുന്നുണ്ടെങ്കിൽ ഈ റോഡ് സൈഡിനുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണുമ്പോൾ തന്നെ നിലമ്പൂർ ഒരു വൈബ് തന്നെ കേട്ടോ.
ഈ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ താഴെ കൂടെ അങ്ങനെ വണ്ടി ഓടിപ്പോകാൻ തന്നെ ഒരു വൈബ് കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇടാം.